ഇന്ന് കണ്ണൂർ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള അതിനേക്കാളും രുചിയിലുള്ള നല്ലൊരു അലിസൻ്റെ റെസിപ്പിയാണ്. പാർട്ടികളിലും ഗസ്റ്റ് വരുമ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കാനും കൂടെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു അലിസ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ലൊരു അൽസ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അൽസ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. ഒരു 5-6 മണിക്കൂർ എന്തായാലും വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അൽസക്ക് ഗോതമ്പ് എടുക്കുമ്പോൾ കുത്തിയ ഗോതമ്പ് തന്നെ വാങ്ങുക. അൽസക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗോതമ്പ് കടയിൽ നിന്ന് തരും. അപ്പോൾ അത് പ്രത്യേകം ചോദിച്ച് വാങ്ങണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4 അല്ലി ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള കട്ട് ചെയ്തത്. സവാളക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 3-4 ചെറിയുള്ളി ഇട്ട് കൊടുത്താലും മതി. 2 ഏലക്കായി 2 ഗ്രാമ്പു. ഇതിൻ്റെയൊന്നും അളവ് കൂടരുത്, 2 എണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പട്ട വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം പട്ട കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 100 ഗ്രാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ബോൺലെസ് ചിക്കനാണ് ചേർത്ത് കൊടുത്തത്. ബോണോട് കൂടിയ ചിക്കനാണെങ്കിൽ ബോണോട് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിൻ്റെ എല്ലെടുത്ത് മാറ്റിയാൽ മതി. ബോൺലെസ് ചിക്കനാണ് കൂടുതൽ നല്ലത്. ബീഫോ മട്ടനോ ആണ് ചേർക്കേണ്ടതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 5 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ബാക്കി ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. എന്നാലാണ് ഗോതമ്പ് നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ 5 വിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടേനു. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയപ്പോൾ ഇതാ കുക്കറൊന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ഗ്രാമ്പു ഏലക്കായൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കിതാ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഞാനിതാ ഇതുപോലത്തെ ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് അരഞ്ഞ് പേസ്റ്റ് പോലെ ആയിപ്പോകരുത്, ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊടുക്കുക. അഥവാ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഇല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലേക്ക് നേരെ പകുതി ഗോതമ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഗ്രാമ്പു ഏലക്കായും എടുത്ത് മാറ്റാൻ മറക്കരുത്. നമ്മൾ ഒതുക്കിയെടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് അരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അതെന്തായാലും എടുത്ത് മാറ്റുക. അങ്ങനെ ഒതുക്കിയതിന് ശേഷം ഞാനിതാ വീണ്ടും അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അടുപ്പ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പശുവിൻ പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പശുവിൻ പാൽ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അരക്കപ്പോളം മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എന്തായാലും ഷുഗർ ചേർത്തിട്ടാണ് കഴിക്കുക. പക്ഷേങ്കിൽ ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നാൽ കുറവ് എന്നെല്ലാം നോക്കിയിട്ട് അതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് കുറച്ച് ചൂട് പോകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. ലൂസായിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് പൊരിച്ച് വയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. സവാളക്ക് പകരം ചെറിയുള്ളി കയ്യിലുണ്ടെങ്കിൽ ചെറിയുള്ളി എടുത്താൽ മതി. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയിട്ട് നമ്മളെ അൽസയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പകുതി ഞാൻ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് സെർവിങ് ബൗളിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇപ്പം എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. അപ്പോൾ പകുതിയോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാനിതാ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അൽസ കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയൊരു ചൂടുണ്ടാവുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നാട്ടിലെല്ലാം നമ്മൾ കല്യാണത്തിനെല്ലാം പോയാൽ ആദ്യം അൽസക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അൽസ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ. ഇവിടെ നമുക്ക് നാട്ടിലത്തെ പോലെ കല്യാണമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കലാണ്. കല്യാണ വീട്ടിലെ അതേ അലിസൻ്റെ രുചിയാണ്, അതിനേക്കാളും കൂടുതൽ രുചിയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.